പുരുഷന്മാരൊക്കെ സ്ത്രീയാണെന്ന് കരുതിയിട്ട് അദ്ദേഹത്തോട് പ്രണയവും കാമവും ഒക്കെ തോന്നി അദ്ദേഹത്തെ ആക്രമിക്കാനൊക്കെ വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ജയറാം എന്ന നടൻ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഭാഗ്യമില്ലാതെ പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. മികച്ച നടനുള്ള അവാർഡ് ഇതുവരെ ജയറാമിനെ തേടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അന്ന് മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് വരെ അദ്ദേഹം പ്രതീക്ഷിച്ചാണ്, അത് കിട്ടാതെ പോയി. ഞാൻ ഒരുപാട് വിചാരിച്ചു ജയറാമിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടും. നസീർ സാറും നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ട് തന്നെയാണ് സിനിമയിൽ വന്നത്. മധു സാറ് നാടക സമിതിയിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പാസ്സായിട്ട് നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഒരു കാലഘട്ടത്തിൽ വലിയ സ്റ്റാറായിരുന്നു, പിന്നീട് അയാളെ ആർക്കും വേണ്ടാണ്ടായി. പക്ഷെ അവർ പിന്നീട് നാടകരംഗത്ത് നിന്ന് മാറി പിന്നെ അവർ സിനിമയിലും വന്നിട്ടുള്ള ഒന്നുമില്ല. ലളിത ചേച്ചി അവിടെ പോവുകയും ഇവരെ നിർബന്ധിച്ചിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അവരങ്ങനെ സിനിമാ ലൊക്കേഷനിലൊന്നും അതിനു മുമ്പ് പോയിട്ടേയില്ല. നമസ്കാരം, എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മലയാള സിനിമയുടെ പിതാവിനെ കുറിച്ചും മലയാളത്തിലെ ആദ്യ നായിക റോസിയെക്കുറിച്ചുമുള്ള സിനിമയായിരുന്നു. അത് വലിയ വിജയമായി, വലിയ അംഗീകാരങ്ങൾ കിട്ടി. സിനിമയുടെ ചരിത്രം ആ സിനിമയിലൂടെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആ സിനിമയോടുള്ള ഒരു ആത്മബന്ധം. അത് കഴിഞ്ഞിട്ട് വന്ന സിനിമയാണ് നടൻ എന്ന് പറയുന്ന. ഈ നടനിൽ അത് സെല്ലുലോയിഡിൽ ഇപ്പോൾ സിനിമ ആയിരുന്നു വിഷയമെങ്കിൽ, സിനിമയുടെ പശ്ചാത്തലമായിരുന്നെങ്കിൽ, ഇത് നാടകത്തിൻ്റെ ഒരു ചരിത്രം പറഞ്ഞ സിനിമയാണ് നടൻ. എനിക്ക് എൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടൊരു സിനിമയിൽ ഒന്നാണ് നടൻ എന്നുള്ളത്. പക്ഷെ അത് അത്രമാത്രം ഒരു ബോക്സ് ഓഫീസ് വിജയമായില്ല എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് അത് ബോക്സ് ഓഫീസിൽ വിജയമായില്ല എന്നുള്ളത് നമുക്കത് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാടകത്തിൻ്റെ ചരിത്രം ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പം സെല്ലുലോയിഡിൽ മലയാള സിനിമയുടെ ചരിത്രം, ആദ്യത്തെ സിനിമയുടെ പിറവിയൊക്കെ ആണെങ്കിൽ, നാടകത്തിൻ്റെ കേരളത്തിൽ നാടക ചരിത്രം തുടങ്ങുന്നു, പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ നാടകരംഗം. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ നാടകം എന്ന് പറയുന്നത് തമിഴ് നാടകങ്ങളായിരുന്നു ഇവിടെ കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. തമിഴ് ആർട്ടിസ്റ്റുകൾ തമിഴിലൊക്കെ തന്നെ സംഭാഷണങ്ങളൊക്കെ ഉള്ള നാടകങ്ങളാണ് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിലുണ്ടായിരുന്നത്. അത് മാറി കേരളത്തിൻ്റേതായ തനത് നാടകങ്ങൾ വന്ന ഒരു കാലം. ആ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ആ സിനിമ തുടങ്ങുമ്പോൾ, നടൻ എന്ന് പറയുന്ന സിനിമ തുടങ്ങുമ്പോൾ ആ ചരിത്രം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ആദ്യകാലത്തെ മലയാള നാടകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക, ആ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ആക്ടർ ഉണ്ടായിരുന്നു. ആ ആക്ടർ എന്ന് പറയുന്നത് ഓച്ചിറ വേലുക്കുട്ടി എന്ന് പറഞ്ഞിട്ട്, പാപ്പുക്കുട്ടി ബാദർ എന്നൊക്കെ പറയുന്ന ഓച്ചിറ വേലുക്കുട്ടി. അദ്ദേഹം ഓച്ചിറ പരബ്രഹ്മം അങ്ങനെ എന്തോ ഒരു നാടക ട്രൂപ്പിൽ ആണ് നാടകം കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പെൺവേഷമാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്ന ഒരു ആക്ടറായിരുന്നു ഈ ഓച്ചിറ വേലുക്കുട്ടി. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും ആൺവേഷം കെട്ടി സ്റ്റേജിൽ ഒരു നാടകത്തിൽ പോലും അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആൾക്കാർ സ്വീകരിച്ചിട്ടില്ല, ആൾക്കാർ സമ്മതിച്ചിട്ടുമില്ല. അദ്ദേഹം പെൺവേഷം കിട്ടിക്കഴിഞ്ഞാൽ അത്ര സുന്ദരനായിട്ട് നമുക്ക് നാടകത്തിൽ അദ്ദേഹത്തെ അരങ്ങിൽ കാണാൻ പറ്റുമായിരുന്നു. അതിന് വലിയ ഫാൻസ് ഉണ്ടായിരുന്നു. കാരണം പുരുഷന്മാരൊക്കെ സ്ത്രീയാണെന്ന് കരുതിയിട്ട് അദ്ദേഹത്തോട് പ്രണയവും കാമവും ഒക്കെ തോന്നി അദ്ദേഹത്തെ ആക്രമിക്കാനൊക്കെ വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പക്ഷേ ജീവിതം പിന്നെ വലിയൊരു ദുരന്തമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആയിരുന്നു സ്ത്രീവേഷം കെട്ടി ആടുക എന്ന് പറയുന്നൊരു പുരുഷന്. അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ അദ്ദേഹത്തെ നിരാകരിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവങ്ങളുണ്ട്. കാരണം ഇദ്ദേഹം പുരുഷനല്ല എന്നുള്ള രീതിയിൽ പോലും ഭാര്യയെ പരിഹസിക്കുന്നതൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്വത്ത് പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു സാധനം അനുഭവിച്ചിട്ടുള്ള ഒരു ആക്ടർ കൂടിയായിരുന്നു ഓച്ചിറ വേലുക്കുട്ടി. അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളൊക്കെ വലിയ ദുരന്തമായിരുന്നു. അദ്ദേഹം ഈ കുമാരനാശാൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് നാടകത്തിൽ കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വാസവദത്ത, അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, അങ്ങനെ അതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ, നളിനി, അങ്ങനെ ലീല, ഈ കഥാപാത്രങ്ങളൊക്കെയാണ് അദ്ദേഹം സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ആ സിനിമ തുടങ്ങുമ്പോൾ ഈ ഓച്ചിറ വേലുക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ വാസവദത്തയായിട്ട് അഭിനയിക്കുന്ന ഇത് കാണിക്കുന്നുണ്ട്. സന്തോഷ് കീഴാറ്റൂരാണ് ഓച്ചിറ വേലുക്കുട്ടി ഈ വാസവദത്തയായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും അരങ്ങിൽ അദ്ദേഹം ഈ പെൺനടൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, നാടകമുണ്ട്, വളരെ ഫേമസ് ആണ്. അതിൽ അദ്ദേഹം ഈ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ നാടകം തുടങ്ങുന്നത്. പിന്നെ അതിന് ശേഷം
KPSC എന്ന് പറയുന്ന നാടക സമിതി നമുക്കറിയാലോ. ഒരു കാലഘട്ടത്തിൽ മലയാള നാടകവേദി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനെയും കേരളത്തിൻ്റെ സംസ്കാരത്തെയും സാംസ്കാരിക രംഗത്തെയൊക്കെ രൂപപ്പെടുത്തിയതിൽ നാടകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മലയാളിയുടെ ഒരു രാഷ്ട്രീയ ബോധത്തിനും സാംസ്കാരിക ബോധത്തിനും വിത്തുപാകിയതിൽ അന്നത്തെ നാടകങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഈ KPSC എന്ന് പറയുന്ന നാടക സമിതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്ന് പന്തലിക്കുന്നതിന് പല ഘടകങ്ങളോടൊപ്പം തന്നെ കലാരൂപങ്ങൾക്കും വലിയ പങ്കുണ്ട്. അതിന് കഥാപ്രസംഗത്തിന് നാടകത്തിനൊക്കെ വലിയ പങ്കുണ്ട്. അക്കൂട്ടത്തിൽ KPSC എന്ന് പറയുന്ന നാടക സമിതിക്കും വലിയ പങ്കുണ്ട്. ഇപ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം, ആ നാടകം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും പോപ്പുലറായ നാടകമായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതാണ് ആ നാടകവും അതിലെ പാട്ടുകളൊക്കെ തന്നെ. ഇപ്പോൾ ദേവരാജൻ മാഷും ONV ഒക്കെ അവരുടെയൊക്കെ ഒരു തുടക്കം KPSC എന്നൊക്കെ ആയിരുന്നു. വയലാറൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അതിലെ പാട്ടുകളൊക്കെ തന്നെ അത് നമ്മൾ ആ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നാടക സമിതികൾക്കുണ്ടായി വരുന്ന മാറ്റങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾക്കുണ്ടായ മാറ്റങ്ങളും അതിലൂടെയാണ് ഈ ജയറാം അഭിനയിച്ച കഥാപാത്രത്തിലേക്ക് നമ്മളെത്തുന്നത്. ദേവദാസ് എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഫാദർ തുടങ്ങിയ നാടക ട്രൂപ്പിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് പ്രൊഫഷണൽ നാടക രംഗത്തിൻ്റെ നാടക എഴുത്തുകാരനും നാടക നടനും ഒക്കെ ആയിട്ടുള്ള ജയറാമിൻ്റെ കഥാപാത്രം. ഈ നാടക സമിതികളിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിലെ മനുഷ്യർ, അവരുടെ ജീവിതം, ആ ജീവിതത്തിൻ്റെ ദൈന്യതകൾ, അപ്പോഴേക്കും ആ കാലഘട്ടം ഇപ്പോൾ നടൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പശ്ചാത്തലം വന്നപ്പോഴേക്കും ഈ പ്രൊഫഷണൽ നാടക രംഗം വളരെയധികം ശോഷിച്ച ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങൾ കാണാനായിട്ട് പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് യാതൊരു താല്പര്യമില്ല. നാടകം തന്നെ എനിക്ക് അറിയില്ല, ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾ എന്നൊക്കെ പറയുന്ന ഈ ജനറേഷനിൽ പിള്ളേർ ആരും നാടകം കാണുന്നുണ്ടാവില്ല, നാടകത്തെക്കുറിച്ച് ഒന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരുപക്ഷെ ഈ നടൻ എന്ന് പറയുന്ന സിനിമ പരാജയപ്പെടാനുള്ളൊരു കാരണവും, സാമ്പത്തികമായിട്ട് പരാജയപ്പെടാനുള്ള ഒരു കാരണവും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇപ്പോഴത്തെ തലമുറയ്ക്കില്ല. അവർക്കത് അറിയേണ്ട കാര്യമില്ല, അവർക്ക് താല്പര്യമില്ല. ഞങ്ങൾക്കറിയാത്തൊരു കാര്യങ്ങളെക്കുറിച്ച് സിനിമയിലൂടെ കാണണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ സിനിമയെക്കുറിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ഞാൻ സെല്ലോട് ചെയ്ത പോലെ തന്നെ നാടകത്തിനോടുള്ള നാടക കലാകാരന്മാർ, ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ നമുക്കറിയാം, നാടകത്തിൽ നിന്ന് വന്നവരൊക്കെ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നവർ. അപ്പോൾ അതെല്ലാം സാങ്കേതിക രംഗത്തും ഇപ്പോൾ തോപ്പിൽ ബാസി തുടങ്ങിയിട്ടുള്ള SL പുരം തുടങ്ങിയിട്ടുള്ള ആൾക്കാർ മുഴുവൻ എഴുത്തുകാരായാലും സംവിധായകരായാലൊക്കെ തന്നെ നാടകത്തിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ദേവരാജ മാഷ പോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് നാടകത്തിൽ നിന്ന് വന്നവരാണ്. ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യകാലം മുതൽ, ഇപ്പോൾ മുതുകുളൻ രാഘവൻ പിള്ള മുതൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SP പിള്ള, തിക്കുറിശി ചേട്ടൻ, കൊട്ടാരക്കര തുടങ്ങി തിലകൻ ചേട്ടൻ, കുതിരോട്ടം പപ്പു, KPSC ലളിത, കവിയൂർ പൊന്നമ്മ, അങ്ങനെ ഒരു ജനറേഷൻ മുഴുവൻ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഈവൻ സത്യം മാഷ്, നസീർ സാറും നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ട് തന്നെയാണ് സിനിമയിൽ വന്നത്. ബഹു സാറ് നാടക സമിതിയിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പാസ്സായിട്ട് നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നാടകത്തിൻ്റെ തുടർച്ച തന്നെയായിരുന്നു സിനിമ. അപ്പോൾ നാടകരംഗത്തിൻ്റെ അനുഭവങ്ങൾ എന്താ പറയുക, എന്നാൽ നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം അതെങ്ങനെയാണ്, രണ്ടിൻ്റെ അഭിനയത്തിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് തിലകൻ ചേട്ടനും നെടുമുടി വേണമൊക്കെ സിനിമയിലും നാടകത്തിലൊക്കെ ഒരുപോലെ ശോഭിച്ചതിന് കാര്യം അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെ നാടകക്കാരുടെ ഒരു ജീവിതം ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് വലിയ ഫാൻസ് ഉണ്ടായിരുന്ന നാടക നടന്മാരും നാടക സമിതികളൊക്കെ തന്നെ ശോഷിച്ച് ആർക്കും നാടകത്തിനോട് താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തെ പ്രതികരിച്ചുകൊണ്ടാണ് നടൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ വികസിച്ചു വരുന്നത്. അതിൽ ദേവദാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ നാടകരംഗത്ത് ഒരു കാലഘട്ടത്തിൽ വലിയ സ്റ്റാറായിരുന്നു. പിന്നീട് അയാളെ ആർക്കും വേണ്ടാണ്ടായി, അയാളുടെ നാടക സമിതിയെ ആർക്കും വേണ്ടാണ്ടായി, അതിൽ അഭിനയിക്കുന്ന കലാകാരന്മാരെയും അഭിനേതാക്കളെയൊക്കെ ആർക്കും വേണ്ടാണ്ടായി. അവരുടെ ഒരു ദുരന്തകാലം കൂടിയാണ്. അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചില എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ള പരാജയങ്ങളും ഒക്കെ തന്നെ ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. KPSC ലളിത അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമൊക്കെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സുണ്ട് ആ നാടകത്തിൽ. നമ്മൾ നടൻ എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടൻ എന്ന് പറയുന്ന സിനിമയിൽ നാടകരംഗത്ത് നിന്ന് കുറേ പേരെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ്. റിയലായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വലിയ നാടക കലാകാരന്മാരായിരുന്നവരൊക്കെ തന്നെ പിന്നീട് സിനിമയിൽ ഒന്നും സജീവമാകാതെ പോയ ആൾക്കാരുണ്ട്. നാടകം പോലും ഇല്ലാണ്ടിരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുകയും അവർക്ക് റോളുകൾ കൊടുക്കുകയും ഇനി റോളില്ലാത്തവരെ പോലും പല രീതിയിൽ സഹകരിപ്പിക്കുകയും
ഏകദേശം 60ഓളം നാടക കലാകാരന്മാരെ ആ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആദരിക്കുകയൊക്കെ ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയായിരുന്നു നാടകത്തിൽ ഉള്ള ആൾക്കാരുടെ. അത് സുരേഷ് ബാബുവാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. സുരേഷ് ബാബുവാണ് ഇങ്ങനൊരു ആശയത്തെക്കുറിച്ച് എന്നോട് ആദ്യം പറയുന്നത്. സെല്ലുലോയിഡിന് ശേഷം നമുക്ക് നാടകത്തെക്കുറിച്ച് ബേസ് ചെയ്തിട്ടൊരു സിനിമ നമുക്ക് ചെയ്യാം. സുരേഷ് ബാബുവിൻ്റെ ഒരു ആശയത്തിൽ നിന്നാണ് അതിൻ്റെ കഥ ഡെവലപ്പ് ചെയ്ത് വരുന്നതും. അതിനൊരു പാട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഔസേപ്പച്ചനാണ് അതിൻ്റെ മ്യൂസിക്. കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഔസേപ്പച്ചൻ വീണ്ടും എനിക്ക് പാട്ട് ചെയ്യാനായിട്ട്, മ്യൂസിക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം ഈ നാടക സമിതിക്കാരുടെ ഒരു എന്താ പറയുക, നാടകം തുടങ്ങുന്ന സമയത്തുള്ളൊരു പാട്ട് സർഗ്ഗവേദികളെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു. അതുപോലെ ആ പഴയ കാലഘട്ടത്തിൻ്റെ പാട്ടുകളൊക്കെ തന്നെയാണ്, ആ നാടക പാട്ടുകളുടെ ഒരു രീതിയിലാണ് അതിലെ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തിയത്. സിനിമ അധികം പോപ്പുലറായില്ലെങ്കിലും ഒരു പാട്ട് വളരെയധികം പോപ്പുലറായിരുന്നു. അത് വൈക്കം വിജയലക്ഷ്മി പാടിയൊരു പാട്ടാണ്. അത് കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞിട്ട് സെല്ലുലോയിഡിലെ പാട്ട് പാടിയതിന് ശേഷം വൈക്കം വിജയലക്ഷ്മിയുടെ ഏറ്റവും പോപ്പുലറായ ഒരു പാട്ട് കൂടിയാണത്. ആ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് വൈക്കം വിജയലക്ഷ്മിക്ക് കിട്ടിയതും ഔസേപ്പച്ചന് മികച്ച മ്യൂസിക് ഡയറക്ടർക്കുള്ള അവാർഡ് കിട്ടിയതും ആ പാട്ടിനാണ്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ പാട്ട്. ആ പാട്ട് ചിത്രീകരിക്കുന്ന സമയത്തും അതിലെ ലളിത ചേച്ചിയുടെ ചെറുപ്പമായിട്ട് അഭിനയിക്കാനൊരു കുട്ടിയെ നമ്മൾ പലരെയും ഇങ്ങനെ കണ്ടെത്തിയിട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ കണ്ടപ്പോൾ ലളിത ചേച്ചിയുടെ പോലെ പഴയ കാലത്തെ ലളിത ചേച്ചിയുടെ ഒരു മുഖച്ഛായൊക്കെ തോന്നുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ കൊണ്ടൊക്കെയാണ് പാടി അഭിനയിച്ചത്. പിന്നെ അതിലെ മറ്റ് ആക്ടേഴ്സൊക്കെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ രീതിക്കാണ് നമ്മൾ ആ പാട്ട് പിക്ചറൈസ് ചെയ്യുന്നുള്ളത്. പിന്നെ അതിൽ രമ്യ നമ്പീശനാണ് അതിൽ ഫീമെയിൽ ലീഡ് ഉണ്ടായിരുന്നത്. ഒരു നാടക നടി, പിന്നീട് സിനിമയിലെ വലിയ നായികയായിട്ട് മാറുന്നതും ഇയാൾ അവഗണിക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ സജിത മഠത്തിൽ, അങ്ങനെ കുറേ പേര് ആക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ നാടക ട്രൂപ്പ് സഞ്ചരിക്കുന്ന വണ്ടിയും അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിൽ അത് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പരിസരം നമ്മളെ എങ്ങനെ അത് സിനിമയിലേക്ക് അടുപ്പിക്കും എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലമായിരുന്നു. കൊല്ലത്തായിരുന്നു ഏറ്റവും കൂടുതൽ നാടക സമിതികൾ ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് കൊല്ലത്തെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടക ട്രൂപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാടക സമിതിയുടെ ബോർഡുകൾ മാത്രം ഉണ്ടാകുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓമാധവൻ, മുകേഷിൻ്റെ അച്ഛൻ ഓമാധവനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നാടക കലാകാരന്മാരുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ കൊല്ലം. കൊല്ലമാണ് ഈ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു തട്ടകമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ ആ റിയൽ ലൊക്കേഷനുകളിലേക്ക് തന്നെ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും ഈ നാടക സമിതികളുടെ ബോർഡും കാര്യങ്ങളൊക്കെ അധികമില്ല. നാടക സമിതികളെ ഇല്ലാണ്ടായി 1-2 നാടക സമിതികൾ മാത്രമേ ഉള്ളൂ, കളികളില്ല എന്നുള്ളതാണ്. പക്ഷേ KPSC അപ്പോഴും ഉണ്ട്. കായംകുളത്താണ് KPSCയുടെ ഓഫീസ്. ഞാൻ അവിടെ പോവുകയൊക്കെ ചെയ്തതാണ്. KPSCയുടെ ചരിത്രം ഒക്കെ ആ സിനിമയിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് അമ്പലക്കര ഫിലിംസിൻ്റെ ബാനറിൽ അനിൽകുമാറാണ് നിർമ്മിച്ചത്. അദ്ദേഹം അതിനു മുമ്പും പിമ്പൊക്കെ തന്നെ വളരെ നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ഈ നാടക കലാകാരന്മാരുടെ ഒക്കെ വലിയ ഒരു പാഷനുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതിൻ്റെ ക്യാമറ മധു നീലകണ്ഠനായിരുന്നു. മധു നമുക്കറിയാം, മലയാളത്തിലെ മികച്ച ക്യാമറമാരുടെ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം നൈറ്റ് സീൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു സിനിമ കൂടിയായിരുന്നു നടൻ എന്ന് പറയുന്നത്. നടൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ ഒരു കാര്യം ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ സിനിമകളിൽ നമ്മൾ കാണുന്നതാണ് KPSC ലീല എന്ന് പറയുന്ന ആക്ട്രസ് ഉണ്ടല്ലോ. ഇപ്പോൾ അമ്മ വേഷങ്ങളൊക്കെ അഭിനയിക്കുന്ന KPSC ലീല. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ KPSC ലീല എന്ന് പറയുന്നത് കുറേ വർഷങ്ങളിൽ നാടകരംഗത്ത് ഇപ്പോൾ തുലാഭാരം എന്ന് പറയുന്ന ശാരദയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള തോപ്പിൽ ഭാസിയുടെ തുലാഭാരം എന്ന് പറയുന്ന നാടകം, അത് സിനിമ ആയല്ലോ. ആ തുലാഭാരത്തിൽ നാടകത്തിൽ ശാരദ അഭിനയിച്ച വേഷം ചെയ്തുകൊണ്ടിരുന്നിരുന്നതാണ് KPSC ലീല. അവരേകദേശം എനിക്ക് തോന്നുന്നത് 10,000-3000 സ്റ്റേജുകളിലൊക്കെ ആ വേഷം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കാലഘട്ടത്തിൽ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സായിരുന്നു നാടകരംഗത്ത് ലീല. പക്ഷെ അവർ പിന്നീട് നാടകരംഗത്ത് നിന്ന് മാറി പിന്നെ അവർ സിനിമയിലും വന്നിട്ടുള്ളൊന്നുമില്ല. അവരെ ആർക്കും അറിയില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ലളിത ചേച്ചി നമ്മുടെ അടുത്ത്, ലളിത ചേച്ചി അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ലളിത ചേച്ചി പറഞ്ഞു, KPSC ലീല ഇതിൻ്റെ അടുത്താണ് താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പലരും കേട്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ തുലാഭാരത്തിലൊക്കെ KPSC ലീല അഭിനയിച്ചെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമുക്കറിയില്ല. ലളിത ചേച്ചി അവിടെ പോവുകയും ഇവരെ നിർബന്ധിച്ചിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അവരങ്ങനെ സിനിമാ ലൊക്കേഷനിലൊന്നും അതിനു മുമ്പ് പോയിട്ടേ ഇല്ല. അപ്പം ഇവർ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു വല്ലാത്തൊരു ഇതെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ അപ്പോഴേക്കും ഇവരുടെ ചരിത്രം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്, ഒരു കാലഘട്ടത്തിൽ നാടകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നായികയായിരുന്നു അവർ.
അവർ ഇതിൽ നിന്ന് മുഴുവൻ മാറി നിന്നിട്ട് വേറെ ലോകത്ത് കുറേ വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അവരാദ്യമായിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് വന്ന് ഇപ്പോൾ ജയറാമൻ ഞങ്ങളെല്ലാവരും ഉണ്ട് സൈത മഠത്തിലൊക്കെ. സൈത മഠത്തിൽ ഇവരെ കുറിച്ചിട്ട് പിന്നീട് റിസർച്ച് ചെയ്യുകയും കുറേ കാര്യങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് സിനിമയിലേക്ക് വരാൻ അവരുടെ ഒരു പ്രേരണ എന്ന് പറയുന്നത് അന്ന് ലളിത ചേച്ചി അവരോട് സംസാരിച്ച് ആ സെറ്റിൽ വന്ന് നിന്ന് സംസാരിച്ച കുറേ കാര്യങ്ങളാണെന്ന് പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരാളെ നമ്മുടെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ നമ്മൾ വിസ്മൃതിയിലായി പോകില്ലേ, ആ വിസ്മൃതിയിലായ ആൾക്കാരെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് നടൻ എന്ന് പറയുന്ന ഈ സിനിമ നാടകരംഗത്തിലെ കുറേ കലാകാരന്മാരെ നമ്മൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം അതൊരു വിജയ ചിത്രം തന്നെയാണ്, വളരെയധികം വിജയിച്ച ഒരു സിനിമ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജയറാമിൻ്റെ പെർഫോമൻസാണ്. ഒരുപക്ഷെ ജയറാം എന്ന നടൻ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതൊരു വളരെ വേദനയോടുകൂടി ഞാനിപ്പോൾ പറയുകയാണ്. കാരണം നമുക്കറിയാം ജയറാം ഒരുപാട് സിനിമകളിൽ വളരെ മനോഹരമായിട്ട് വളരെ നല്ല മികച്ച കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയോ ജയറാമിന് ഭാഗ്യമില്ലാതെ പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. മികച്ച നടനുള്ള അവാർഡ് ഇതുവരെ ജയറാമിനെ തേടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശേഷം എന്ന് പറയുന്ന സിനിമയിൽ അത്ര മനോഹരമായിട്ട് ജയറാം ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് മികച്ച നടനുള്ള അവാർഡ്, അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് വരെ അദ്ദേഹം പ്രതീക്ഷിച്ചാണ്, അത് കിട്ടാതെ പോയി. ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടി, പക്ഷേ ജയറാമിന് കിട്ടാതെ പോയി. അതുതന്നെയാണ് നടനിലും. നടൻ സമയത്ത് ഒരുപക്ഷെ ഞാൻ ഒരുപാട് വിചാരിച്ചു ജയറാമിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടും. ജയറാം അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഷാജി സാറിൻ്റെ ഒരു പടം, ഷാജി കരുണിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു, ഒരു ചെണ്ടയൊക്കെ വായിക്കുന്ന ഒരാളുടെ ക്യാരക്ടർ അഭിനയിച്ച ആ സിനിമ. ഈ രണ്ട് സിനിമയും ചേർത്തിട്ട് മികച്ച നടനുള്ള അവാർഡ് ജയറാമിന് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചാണ്. പക്ഷേ എവിടെയോ ജയറാമിനെ ഭാഗ്യം തുളച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ട ഒരു നടനാണ്. കാരണം കോമഡി മാത്രം ചെയ്താലേ ജയറാം നന്നാവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഓഡിയൻസിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുള്ളൂ. ഈ സിനിമയിൽ അങ്ങനെ ജയറാമിൻ്റെ ക്യാരക്ടർ അതിന് കോമഡി ഒന്നുമില്ല. ജയറാം വളരെ സീരിയസ് ആയിട്ടുള്ള വേഷമാണ് ചെയ്യുന്നത്. പല സ്റ്റേജിൽ ജയറാമിൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്, ചെറുപ്പക്കാരനായിട്ട് വരുന്നുണ്ട്. പ്രായമുള്ള പ്രധാന സീനുകളൊക്കെ തന്നെ പ്രായമുള്ള സീനാണ്. അതിലെ അവസാന ഭാഗങ്ങളിലൊക്കെ ജയറാമിൻ്റെ പെർഫോമൻസ് അത്രയും മനോഹരമായിട്ട് ജയറാം പെർഫോം ചെയ്തിട്ട് അത് ഓഡിയൻസ് എടുത്തില്ല എന്നുള്ളതൊരു വലിയ വേദനയായിട്ട് ഇപ്പോഴും ഞാനും ജയറാമും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ചില സിനിമകൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ വിജയ സിനിമകളെ കുറിച്ചിട്ട് ആഘോഷപൂർവ്വം പറയുമ്പോൾ നമ്മൾ ഹൃദയത്തോടും ചേർത്ത് നിർത്തുന്ന ചില സിനിമകളുണ്ട്. അതൊരുപക്ഷെ തിയേറ്ററിലെ മികച്ച വിജയം മാത്രമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ തിയേറ്ററിൽ 100 ദിവസം ഓടിയ സിനിമയാണോ ഇത്തരം സിനിമകളാണോ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ചേർത്ത് വയ്ക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ കാലശേഷവും ഒരുപക്ഷെ വിജയ ചിത്രങ്ങളെക്കാളും കൂടുതൽ ആൾക്കാർ പറയാൻ പോകുന്നത് നടനെപ്പോലെ അല്ലെങ്കിൽ നടൻ എന്ന് പറയുന്ന സിനിമയെ പോലെ അല്ലെങ്കിൽ ഗസൽ പോലുള്ള സിനിമകളെക്കുറിച്ചായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ അച്ഛനും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ കുറേ മക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളും ഒരേപോലെയാണ്. എല്ലാ മക്കളും ചിലപ്പോൾ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ സക്സസ് ആയ മക്കളെ മാത്രമല്ലല്ലോ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞ വരെയാണ്. നമ്മുടെ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചുള്ളതായാലും അല്ലെങ്കിൽ ഏത് രംഗത്ത് ഇപ്പോൾ ആക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ തിയേറ്ററിൽ കയ്യടി നേടിയിട്ടുള്ള കഥാപാത്രങ്ങളും മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ അംഗീകാരങ്ങൾ നേടാതെ പോയ കഥാപാത്രങ്ങളും ആ ഒരു ആക്ടറെ സംബന്ധിച്ചോളം അവരുടെ പ്രിയപ്പെട്ടതായിട്ട് അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ വിജയിച്ച ചിത്രങ്ങളെക്കാളും കൂടുതൽ ചിലപ്പോഴെങ്കിലും ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് ഒരുപക്ഷെ തിയേറ്ററിൽ ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാതെ കടന്നുപോയ ചില സിനിമകളായിരിക്കും. ആ രീതിയിലാണ് ഞാൻ നടൻ എന്ന് പറയുന്ന സിനിമയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകരില്ലാതെ പോയ ഒരുപക്ഷെ പുതിയ തലമുറ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പരിധി ഒരു അവജ്ഞയോടുകൂടി കാണുന്ന നാടകരംഗത്തെയും നാടക കലാകാരന്മാരെയും ബഹുമാനിക്കാനും അവർക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നടൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ മലയാള സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിയന്ത്രിച്ച അല്ലെങ്കിൽ നയിച്ച
നാടകം എന്ന കലാരൂപം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അത് പരീക്ഷണ നാടകങ്ങളായാലും ശരി, പ്രൊഫഷണൽ നാടകങ്ങളായാലും ശരി അങ്ങനെ തന്നെയാണ്. പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മളെ അമ്പലപ്പറമ്പുകളെ, അതുപോലെ തന്നെ ഈ എന്താ പറയുക, പൊതുജനങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ സമ്മേളനങ്ങൾക്കൊക്കെ ശേഷം നാടകങ്ങൾ ഉണ്ടാകുന്നൊരു കാലമുണ്ടായിരുന്നു. ഈ നാടക കളിക്കുന്ന മൈതാനത്ത് നിലത്തിരുന്ന് നാടകം കണ്ട ഒരു കുട്ടിക്കാലം എൻ്റെ ഓർമ്മയിൽ ഇന്നുണ്ട്. അപ്പോൾ നാടകം എന്നും ആ തലമുറ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അവർക്കും ആ നാടകം എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് നടൻ എന്ന് പറയുന്ന സിനിമയും. അത് ഞാൻ ഈ അവസരത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്.